നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഗർഭിണികളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ SUT റോയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഗിരിജ ഗുരുദാസ് ആണ്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, പ്രഗ്നൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെ. പണ്ട് നാളൊക്കെ വരുന്ന കഴിഞ്ഞ് 8ഉം 10ഉം മക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ 1ഓ 2ഓ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പ്രഗ്നൻസിയും വളരെ പ്രിഷ്യസ് ബേബിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ബ്ലീഡിങ് പോലും വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നത്. അതായത് ഗർഭിണികളിലുണ്ടാകുന്ന ഒരു ചെറിയ സ്പോട്ടിങ് പോലും നമുക്കറിയാം, ഏർലി പ്രഗ്നൻസി, അതേ പ്രഗ്നൻസി ആണോ എന്ന് സംശയം തോന്നുന്ന ഒരവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു സ്പോട്ടിങ് പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയാണോ? അതെ. ഇപ്പോൾ ഒരുപാട് ബ്ലീഡിങ് വരുന്നു എന്നുള്ളതല്ല. പ്രഗ്നൻസി അത് ഏർലി സ്റ്റേജ് ആയാലും അഡ്വാൻസ് പ്രഗ്നൻസി ആയാലും ഒരു ചെറിയ ഡ്രോപ്പ് തന്നെ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ് പോലും സിഗ്നിഫിക്കൻ്റ് ആണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. ആ പ്രഗ്നൻസി തുടർന്ന് പോകുമോ, അതോ അബോർഷൻ ആകുമോ, അതോ അത് ടേം എത്തുന്നതിന് മുമ്പ് പ്രസവിക്കുമോ എന്നൊക്കെയുള്ള ഒരു സീരിയസ് കോംപ്ലിക്കേഷൻ്റെ ഒരു പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു, ഇപ്പോൾ ഒരു പ്രാവശ്യത്തെ പീരീഡ്സ് മിസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കാർട്ടസ്റ്റോ ഒക്കെ പോസിറ്റീവ് ആകുന്നു, ഡോക്ടറുടെ അടുത്ത് പോയി കണ്ടു, കൺഫർമേഷൻ ആവുന്നത് പ്രഗ്നൻസി ആണെന്ന് കൺഫർമേഷൻ വരുന്ന സമയത്ത്, വീട്ടിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കുന്ന സമയത്തോ ഒരു ചെറിയ സ്പോട്ട് വന്നു കഴിഞ്ഞാൽ വാട്ട് ടു ഡു എന്നുള്ളത്, അത് ഡോക്ടറെ കാണുക എന്നുള്ളത് തന്നെയാണ് എമർജൻസി. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏർലി പ്രഗ്നൻസി ആയാലും അഡ്വാൻസ് പ്രഗ്നൻസി ആയാലും ഡോക്ടറെ ഉടൻ തന്നെ കാണണം. അത് എന്നിട്ട് ഈ ബ്ലീഡിങ്ങിനുള്ള കാരണം എന്താണെന്നുള്ളത് അത് നമ്മൾക്ക് ഇവരുടെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടും. പിന്നെ അൾട്രാസൗണ്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ബ്ലീഡിംഗ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയായിരിക്കണം മാം കാരണങ്ങൾ? സാധാരണഗതിയിൽ ഏർലി പ്രഗ്നൻസി എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ ട്രൈമസ്റ്ററിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലഡ് സ്പോട്ടിങ് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ആദ്യത്തെ ഏർലി പ്രഗ്നൻസി എന്ന് ഇപ്പോൾ പറഞ്ഞ മാതിരി ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 12 ആഴ്ച വരെയുള്ള ഗർഭത്തിനെയാണ് അങ്ങനെ പറയുന്നത്. 12 ആഴ്ച. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നത് തന്നെ 5-1 പ്രഗ്നൻസിക്ക് ഉണ്ടാകും. അത്രയ്ക്ക് വലിയ ഒരു ഇൻസിഡൻസ് ആണ്. ഒരു 15 പേര് പ്രഗ്നന്റ് ആണെങ്കിൽ അത് ഒരാളിന് കാണും. അത് 15 to 20% ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 20%-ൽ 60%-വും കുഞ്ഞിനുണ്ടാകുന്ന എന്തെങ്കിലും ക്രോമസോം, നമുക്കറിയാം 46 ക്രോമസോം ആണല്ലോ ഉള്ളത്. ആ എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റി വന്നിട്ട് അത് നമ്പറിലായിരിക്കാം, ചിലപ്പോൾ 46-ന് പകരം 45 ആയിരിക്കാം, അല്ലെങ്കിൽ ആ ക്രോമസോമിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ജീൻസിൻ്റെ അതിൻ്റെ ഡിഫക്റ്റ് കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അബ്നോർമൽ പ്രഗ്നൻസിയെ നേച്ചർ തന്നെ അത് അബോർട്ട് ചെയ്യുന്നതാണ്, അത് വളർന്നു വരാതിരിക്കാൻ. അപ്പോൾ 60% ഇതാണ് കാര്യം. പിന്നെ ബാക്കിയുള്ള 40%-ൽ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മറുപിള്ള എന്ന് പറയുന്നതാണ് ഒരു പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, യൂട്രസിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നതും കുട്ടിക്ക് ബ്ലഡ്. അപ്പോൾ ഈ പ്ലാസൻ്റയിലുള്ള രണ്ടാമത്തെ എന്തെങ്കിലും അബ്നോർമാലിറ്റി, ഒരു ചെറിയ തിൻ പ്ലാസൻ്റ, കട്ടി കുറഞ്ഞ പ്ലാസൻ്റ, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വേറൊരു റീസണാണ് അത് അബോർട്ട് ചെയ്ത് പോകുന്നതിൻ്റെ. പിന്നെ വരുന്നത് യൂട്രസിൻ്റെ അബ്നോർമാലിറ്റീസ്. ഇപ്പോൾ നോർമലായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു യൂട്രസിന് പകരം പകുതി ഭാഗം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വളരെ അപൂർവമാണ്, എന്നാലും അങ്ങനെ ഒരു കാണാറുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഈ ഗർഭാശയ മുഖം അത് സാധാരണ ക്ലോസ്ഡ് ആയിട്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അതിന് പകരം അത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ, അപ്പോൾ യൂട്രസിൻ്റെ അനോമലീസ്, പിന്നെ ഒരു യൂട്രസിൽ ഒരു മുഴ വന്നിട്ട് അകത്ത് ഒരു മുഴയുണ്ടെങ്കിൽ ഇതെല്ലാം കുഞ്ഞിൻ്റെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ അതാണ് വേറൊരു റീസൺ അബോർഷനാണ്. പിന്നെ അമ്മമാരിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒരു റീസണാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ വളരെയധികം കണ്ടുവരുന്നത് എന്താണ്, ഹോർമോൺസ്. അത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഉണ്ട് അമ്മയ്ക്കിപ്പോൾ. ഇപ്പോൾ നമുക്കറിയാം വളരെ ഏർലി ആയിട്ട് തന്നെ ഡയബറ്റിസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ അവരുടെ അബോർഷൻ്റെ സാധ്യത 4 ഇരട്ടിയാണ്. 4 ഇരട്ടി. തീർച്ചയായിട്ടും മാം, ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഹലോ, ആരാ സംസാരിക്കുന്നേ?
ഞാൻ പാലക്കാട്ട് നിന്നാണ്. ഡോക്ടർ നമ്മുടെ പോണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. ഹലോ ഡോക്ടർ, സാധാരണ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ജനറ്റിക് സ്റ്റഡിയൊക്കെ നടത്തുന്നത് എങ്ങനെയാണെന്നൊന്ന് അറിയാം. സാധാരണ പ്രഗ്നൻസിക്ക് ജനറ്റിക് സ്റ്റഡിയുടെ ആവശ്യമില്ല. ജനറ്റിക് സ്റ്റഡി മീൻസ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പോ 2 വയസ്സായി കുട്ടിക്ക്. പക്ഷേ കുട്ടിക്ക് ഇപ്പൊ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് 4 മാസത്തെ വളർച്ചയെ കുട്ടിക്ക് ഉള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. കുട്ടി ഒന്നും ചെയ്യുന്നില്ല. ഇതിപ്പോ ജനറ്റിക് സ്റ്റഡി നടത്താനാണ് ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത് ഇനി പ്രഗ്നന്റ് ആവുമ്പോ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ജനറ്റിക് സ്റ്റഡി ചെയ്യുന്ന ചില സെന്ററുകളുണ്ട്. അടുത്ത പ്രഗ്നൻസി ആകുമ്പോൾ ആ സെൻറ്ററിൽ ചെന്നിട്ട് നമുക്ക് ആദ്യത്തെ ബേബിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഈ പ്രഗ്നൻസി ആകുമ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞ മാതിരി പ്ലാസൻ്റെ ഇതിൽ നിന്നുള്ള ഒരു ചെറിയ ഇതെടുത്തിട്ട് ടിഷ്യൂ എടുത്തിട്ട് അവർ പരിശോധന നടത്തിയിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ നമ്മൾക്ക് അടുത്തൊരു പ്രഗ്നൻസി ആവുന്നതിന് മുൻപ് എന്തൊക്കെ പ്രിക്കോഷൻസുകൾ എടുക്കേണ്ട കാര്യങ്ങൾ? ജനറ്റിക് സ്റ്റഡിക്ക് അടുത്ത പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് പ്രിക്കോഷൻസ് എടുക്കേണ്ട ഒരു പ്രിക്കോഷനും എടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ വരുന്ന അടുത്ത കുട്ടിക്ക് നോർമൽ കുട്ടിയാകാം, അല്ലെങ്കിൽ ഒരു അബ്നോർമൽ കുട്ടിയും ആകാം. ഒരു പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞാൽ അടുത്ത കുട്ടിക്ക് തന്നെ വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിക്കോഷൻസ് ഒന്നുമില്ല. നമ്മൾ അടുത്ത പ്രഗ്നൻസി ആകുമ്പോൾ ബേബിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് നന്ദി. മാം, നേരത്തെ ഇപ്പോൾ പല ആൾക്കാരും ഒരിക്കലും പ്രഗ്നൻസി ആയിട്ട് അത് അബോർഷൻ ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് നാളുകളിൽ അബോർഷൻ ആയിക്കഴിഞ്ഞാൽ വളരെ കോഷ്യസ് ആയിട്ടാണ് രണ്ടാമത്തെ ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഒരിക്കലും ഏതെങ്കിലും കാരണവശാൽ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമുക്കൊരു അബോർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അബോർഷൻ ഉണ്ടായി എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ഇവാലുവേഷൻ ഇൻക്ലൂഡിങ് ഇപ്പോൾ പറഞ്ഞ മാതിരി ജനറ്റിക് സ്റ്റഡിയൊക്കെ നമ്മൾ 2 പ്രഗ്നൻസി കൂടുതൽ, മൂന്നാമതൊരു പ്രഗ്നൻസി കൂടെ പോയി കഴിഞ്ഞാലേ ഉള്ളൂ. ഒരു പ്രഗ്നൻസി അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത പ്രഗ്നൻസി ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള ഇത് ചെയ്യുന്നതിന് ഇതില്ല. അപ്പോൾ നമുക്ക് യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതെല്ലാം മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഇതാകേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 60% ക്രോമസോമൽ അനോമലിയാണ്. ഈ ക്രോമസോമൽ അനോമലി ഒരിക്കലും അടുത്ത ഗർഭത്തിൽ റിപ്പീറ്റ് ചെയ്യൂല. അതുകൊണ്ടാണ് ഇല്ല, റിപ്പീറ്റ് ചെയ്യാറില്ല. ക്രോമസോമൽ അബ്നോർമാലിറ്റി, ജനറ്റിക് അബ്നോർമാലിറ്റി വേറെയാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ റിപ്പീറ്റ് ചെയ്യൂല. അതുകൊണ്ടാണ് ഈ ജനറ്റിക് സ്റ്റഡി ഇതൊന്നും രണ്ടാമത്തെ ഇതിന് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അബോർഷനായി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 80 to 85% അടുത്തതൊരു നോർമൽ ടേം സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. സാധാരണഗതിയിൽ ഈ ഫസ്റ്റ് ട്രൈമിസ്റ്റർ, അതായത് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ മാം പറഞ്ഞ കണക്ക്, ആ ഒരു ആഴ്ചകൾ കടന്നു പോകുന്ന സമയത്ത് ഈ പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? ആ സമയത്താണോ തോന്നുന്നു ഏറ്റവും കൂടുതൽ മോർണിംഗ് സിക്നെസ്സോ അല്ലെങ്കിൽ ഛർദ്ദിക്കുന്നതൊക്കെ ഒരു ടൈം എന്ന് പറയുന്നത്? അല്ല, അങ്ങനത്തെ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതും അബോർഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ കൂടുതൽ വോമിറ്റിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫുഡ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ഡ്രിപ്പ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ അതൊരു അബോർഷൻ്റെ ഒരു കോസായിട്ട് ഒരിക്കലും. മാഡം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരിക്കൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പോകുമ്പോൾ റീവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു മിഡിൽ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാകാം? ഇപ്പോൾ നമ്മൾ 28 ആഴ്ച, ഇപ്പോൾ അതിനു മുമ്പുള്ളത് നമ്മൾ അബോർഷൻ എന്നുള്ള ഇതിൽ വരുന്നു. അപ്പോൾ 28 ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നതിൽ കോമൺ ആയിട്ട് വരുന്നത് പ്രീടേം മാസം തികയാതെ പ്രസവിക്കാൻ പോകുന്ന സാധ്യതയുള്ളവർക്ക് കുറച്ച് ബ്ലീഡിങ് ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട്. അപ്പം ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവർ മാസം തികയാതെ പ്രസവിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പിന്നെ വരുന്നത് മറുപിള്ളയിൽ ഉണ്ടാകുന്ന, സാധാരണ നമ്മൾ മറുപിള്ള
നമ്മൾ പ്രസവം കഴിഞ്ഞ് ബേബി വെളിയിൽ വന്നു കഴിഞ്ഞിട്ടേ മറുപിള്ള സെപ്പറേറ്റ് ചെയ്ത് വെളിയിൽ വരും. അപ്പോൾ ഇവിടെ ഈ മറുപിള്ളയിലെ ഏതെങ്കിലും ഒരു വെസലൊന്ന് റപ്ചർ ചെയ്തിട്ട് ഒരു ക്ലോട്ട് പോലെ ഫോം ചെയ്തിട്ട് ഈ മറുപിള്ള സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ കുട്ടിക്ക് അറിയാമല്ലോ, കുട്ടിക്ക് ഉള്ള ന്യൂട്രീഷനും ഓക്സിജനും എല്ലാം ഈ മറുപിള്ളയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് ഇതെല്ലാം നഷ്ടമാകും. അപ്പോൾ കുട്ടി ഉള്ളിൽ മരിച്ചു പോകും. മാത്രമല്ല ഈ സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലാസൻ്റയിൽ നിന്ന് ടിഷ്യൂ ഫാക്ടർ ഉണ്ടായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകും ഇതിനകത്ത്, ബ്ലഡ് വെസലിനകത്ത്. അപ്പോൾ അമ്മയുടെയും കുട്ടിയുടെയും മരണത്തിന് തന്നെ ഇടയാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പ്ലാസൻ്റ നേരത്തെ സെപ്പറേറ്റ് ചെയ്തത്. അതിന് അബ്രപ്ഷൻ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് വേറൊരു ഇതുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പറഞ്ഞ ഈ സിറ്റുവേഷൻ പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മയുടെയും കുട്ടിയുടെയും മരണത്തിന് ഇടയാകും. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, മറുപിള്ള സാധാരണ യൂട്രസിൻ്റെ ഏറ്റവും മോൾഭാഗത്താണ് കാണുന്നത്. അതിന് പകരം താഴെ ഭാഗത്ത് സ്ഥിതി ചെയ്യും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിസേറിയൻ ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ റീസൺ. അപ്പോൾ മറുപിള്ള മുകളിൽ നിന്ന് താഴെ വരും. അപ്പോൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. അത് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. അതും ഒരു മരണകാരണമാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ടേമിലാണ് അങ്ങനെ ആകുന്നതെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ കൺസർവേറ്റീവായിട്ട് കുറച്ചുകൂടെയെങ്കിലും പോകുമോ എന്ന് നോക്കിയിട്ട് നോക്കാം. തീർച്ചയായിട്ടും മാം, ഇതൊരിക്കലും ഡെലിവറി സമയത്ത് പല ആൾക്കാരും പറയാറുണ്ട്, ഡെലിവറി സമയത്ത് ഭയങ്കരമായ ബ്ലീഡിങ് സംഭവിക്കുന്നു, ചില ആൾക്കാർ പോലും മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞു കൊണ്ടുവരുന്ന ബ്ലീഡിങ് മാരകമാകാറുണ്ടോ? നമ്മുടെ കേരളത്തിലെ മറ്റേണൽ മോർട്ടാലിറ്റി, അതായത് അമ്മമാരുടെ മരണനിരക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്പർ 1 കോസായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ബ്ലീഡിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള എല്ലാ ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മണിക്കൂറിന് നമ്മൾ ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ബ്ലീഡിങ് ഉണ്ടാകാതെ സൂക്ഷിക്കണം. അത് കൂടുതൽ ഇതും എന്താണെന്ന് വെച്ചാൽ, യൂട്രസ് നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് ഈ വലിയ യൂട്രസ് അത് കൺട്രാക്റ്റ് ചെയ്ത് പഴയ സ്റ്റേജിലാകുമ്പോഴാണ് ഈ ഇടയ്ക്കുള്ള വെസൽസ് എല്ലാം ക്ലോസ് ചെയ്യും. ഇത് എന്താണെന്ന് വെച്ചാൽ, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു, യൂട്രസ് വികസിച്ച് തന്നെ ഇരുന്നിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ യൂട്രസിനെ കൺട്രാക്റ്റ് ചെയ്യാനുള്ള മരുന്ന് കൊടുത്ത് നമ്മളത് പെട്ടെന്ന് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞ മാതിരി അമ്മയുടെ മരണകാരണം തന്നെയാണ്. സർ, സാധാരണഗതിയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കേരളത്തിൽ വരുന്ന പ്രസവങ്ങൾ കൂടുതലും സിസേറിയൻ ആകപ്പെടുന്നു എന്ന് പലതരത്തിലുള്ള അലിഗേഷൻസും പത്രമാധ്യമങ്ങളിൽ വരാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആൾക്കാരുടെ ചോയ്സ് ഇതിനകത്ത് വരുന്നപ്പെടാറുണ്ട്. അതായത് എനിക്ക് സിസേറിയൻ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർക്ക് അതിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ സിസേറിയൻ ആയിരിക്കും കൂടുതൽ നല്ലത് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഈ സിസേറിയൻ്റെ അളവ് കേരളത്തിൽ കൂടിയിട്ടുണ്ടോ? സിസേറിയൻ്റെ അളവ് കൂടിയിട്ടുണ്ടെന്നുള്ളത് ഒരു തർക്കമറ്റ കാര്യമാണ്. 50% മുകളിലാണ് കേരളത്തിലെ സിസേറിയൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അത് പേഷ്യൻറ്റിൻ്റെ ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ അതവർ അറിവുകേട് കൊണ്ട് അവർ പറയുന്നതാണ്. സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻസും അനസ്തീസിയ കോംപ്ലിക്കേഷൻസും പിന്നെ ഭാവിയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും അടുത്തതും സിസേറിയൻ ആകുന്നു. അങ്ങനെ ഈ വിധത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും അറിയാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അവർ പറയുന്നത് എനിക്ക് മതി എന്നുള്ളത്. അപ്പോൾ ഒരു ഡോക്ടറുടെ ഡ്യൂട്ടിയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ഒരു നോർമൽ. നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഡോക്ടർ നമ്മുടെ ഉണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ മാഡം, പറയൂ. പറയൂ മാഡം. അതെ, ഞാൻ 5.5 മാസം പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു മാഡം. പക്ഷെ 5 മാസം ആയപ്പോഴത്തേക്ക് ഒരു ദിവസം പെട്ടെന്ന് ബ്ലീഡിങ് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് ഡെലിവറി ആയിരുന്നു. കുഞ്ഞ് 12 സെന്റിമീറ്ററിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഞ്ഞ് മരിച്ചു പോയി. ഡോക്ടേഴ്സ് തന്നെ കറക്റ്റ് ആയിട്ടൊരു കാരണം പറയുന്നില്ല എന്താ പറ്റിയെന്ന്. കാരണം ആദ്യം ഞാൻ ചെയ്തപ്പോൾ പ്ലാസന്റ ലോലിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് കുറച്ചൊന്നും കുടിക്കണമെന്നേ പറഞ്ഞു, അല്ലാതെ കൂടുതൽ റെസ്റ്റ് എടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പുറത്തായിരുന്നു, ദുബായിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു സംഭവിച്ചത്. പലരും പല റീസണാ പറയുന്നത്. പക്ഷെ കാലാവസ്ഥയുടെ ആയിരിക്കാം,
പക്ഷെ കറക്റ്റ് അറിയില്ല. ഇത് പ്ലാസന്റ ലോ ലയിങ് ആണെന്ന് പറഞ്ഞെങ്കിൽ അത് അങ്ങനെ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് തന്നെ ഒരു റീസണാണ് നേരത്തെ പ്രസവിച്ചു പോകുന്നതിന്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലാസന്റ യൂട്രസിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് കാണേണ്ടതാണ്. അപ്പോൾ ആ പ്ലാസന്റ ഏറ്റവും താഴെ വരുന്നതിനാണ് നമ്മൾ ലോ ലയിങ് പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രീടേം ലേബറിന് ഒരു കോസാണ്. അപ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ പ്രസവമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ആ അതെ. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇതാകുമ്പോൾ ഗർഭിണിയാകുമ്പോൾ സ്കാൻ ചെയ്തിട്ട് പ്ലാസൻ്റ എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് പ്ലാസൻ്റ പിന്നെയും താഴെ വരാനുള്ള ഒരു സാധ്യത വളരെ ഒരു സാധ്യതയുണ്ട് ഇനിയും അങ്ങനെ വരാനുള്ള. അപ്പം മറുപിള്ളയുടെ പൊസിഷൻ ഏതാണെന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇതൊക്കെ എടുത്ത് നോക്കിയാൽ അടുത്ത പ്രഗ്നൻസി എന്തായാലും കിട്ടും. പ്രിക്കോഷൻ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. 28 ആഴ്ച വരെ പ്ലാസന്റ ലോ ലയിങ് തന്നെ ആയിരിക്കും. അതിൽ എല്ലാ ഇതും ഇല്ല, ഒരു 5% പ്ലാസന്റ അവിടെ തന്നെ ഇരിക്കും, ബാക്കി മാത്രമേ മുകളിൽ പോകൂ. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ലോ ലയിങ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അത്ര കാര്യമാക്കാനില്ല. 28 ആഴ്ച കഴിയുമ്പോൾ ഈ പ്ലാസന്റ മുകളിലോട്ട് പ്ലാസന്റ മൈഗ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, മാഡത്തിന് സംശയം മാറിക്കാണമെന്ന് പ്രതീക്ഷിക്കാൻ വിളിച്ചതിന് നന്ദി. മാഡം, ഒരുപാട് പേരുണ്ട് ഒരിക്കൽ അബോർഷൻ ആയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ രോഗിക്ക് ഈ കറക്റ്റായിട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. ഡോക്ടർ ആദ്യമൊക്കെ പറയും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീൽ ക്യാരി. അപ്പോൾ ഏതെങ്കിലും പ്രാവശ്യം ഒരു അബോർഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം എന്തായിരിക്കണം പ്രിക്കോഷൻസ് എടുക്കുക എന്ന് പറയുന്നത്. അതായത് ഒരു പ്രഗ്നൻസി ഒരിക്കൽ അബോർഷൻ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രിക്കോഷൻസ് വേണ്ടി വരും. പണ്ടൊക്കെ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഒരിക്കൽ അബോർഷൻ ആയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവിൽ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം വരെ വെയിറ്റ് ചെയ്യുക അടുത്ത പ്രഗ്നൻസിക്ക് വേണ്ടി. അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പിന്നെ ഒരു പ്രഗ്നൻസി എന്തെങ്കിലും റീസൺ നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കും. ഇപ്പോൾ സെപ്റ്റം, അങ്ങനെ യൂട്രസിനകത്ത് അനോമലി ഉണ്ട്, സെപ്റ്റം ഉണ്ടെങ്കിൽ ആ സെപ്റ്റം നമുക്ക് സർജറി ചെയ്ത് മാറ്റണം. നേരെ മറിച്ച് ഒരു ഫൈബ്രോയിഡാണ് യൂട്രസിനകത്തുള്ളതെങ്കിൽ ആ ഫൈബ്രോയിഡ് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. പിന്നെ സെർവിക്സ് നേരത്തെ പറഞ്ഞ മാതിരി ഓപ്പൺ ചെയ്തിരിക്കുന്ന സെർവിക്സ് ആണെങ്കിൽ നമ്മൾ ഒരു 11-12 വീക്സ് ആകുമ്പോഴത്തേക്ക് ആ സെർവിക്സ് ടൈറ്റൻ ചെയ്യാം. അപ്പോൾ പ്രഗ്നൻസി പോകില്ല. അപ്പോൾ എന്താണ് റീസൺ എന്നുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാണുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട്, കൂടുതലായിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് പ്രഗ്നൻസി അബോർട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിന് ഹെപ്പാരിൻ അങ്ങനെ അതിനുള്ള മരുന്നുകളും ഉണ്ട്. അതെല്ലാം പ്രിവെൻറ്റബിൾ കോസസ് ആണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്ത്, അല്ലാതെ പ്രഗ്നൻസി ഒരു അബോർഷൻ കഴിഞ്ഞ് 1 വർഷം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ പ്രഗ്നൻസിയുടെ ഏജ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽസും ജോലിക്കാരും ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ എബവ് 30 ഒക്കെ ആയിട്ടുള്ള ആളുകൾ പിന്നെയും 1 വർഷം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത പ്രഗ്നൻസി ആകാവൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത പ്രഗ്നൻസി ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. പ്രഗ്നൻസി സമയത്ത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, വീട്ടിലെ പേരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ ഒക്കെ മാക്സിമം ഈ കുട്ടിക്ക് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രഗ്നൻസി ഒരു അസുഖമുള്ള ഒരു വീട്ടിലൊരു വ്യക്തിയെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ടോ? അല്ല, അപ്പോൾ ആ കോൺസെപ്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് ഇപ്പം നമ്മൾക്ക് 2-3 അബോർഷനായ ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ആളുകളുടെ അല്ലല്ലോ ചോദിച്ചത്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അടുത്ത പ്രഗ്നൻസി സൂക്ഷിച്ച് നോക്കണം. അല്ലാതെ നോർമലായിട്ടുള്ള ഒരു പ്രഗ്നൻസി അയാൾ റെസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല. ഇൻഫാക്റ്റ് നമ്മൾ പെൽവിക് ഫ്ലോർ എക്സസൈസും അതിന് തന്നെ ഒരു സെഷൻ വെച്ചിട്ട് നമ്മൾ ഇവർക്ക് ശരിക്കുള്ള എക്സസൈസ് ഇല്ലാത്തതുകൊണ്ട് അബ്ഡോമിനൽ മസിൽസിൻ്റെ ഇതും സ്ട്രെങ്ത്തും കൂട്ടാനും പെൽവിക് ഫ്ലോർ എന്ന് വെച്ചാൽ ഈ അബ്ഡോമിനൽ മസിൽസ് ആണല്ലോ കൺട്രാക്ട് നമ്മൾ പുഷ് ചെയ്യാനും, പെൽവിക് ഫ്ലോർ മസിൽ കൂടെയാണ് ഈ ബേബി റൊട്ടേറ്റ് ചെയ്ത് വരാനും. അപ്പോൾ ഇത് രണ്ടും സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് നമ്മളൊരു സെഷനായിട്ട് തന്നെ
കൊടുക്കുകയാണ്. അത് പക്ഷേ ഈ 2-3 അബോർഷനായിട്ടുള്ളതല്ല, അത് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ തീരുമാനിക്കും. ഇപ്പോൾ പ്രഷർ കൂടുതലുള്ള ആളുകളാണ്, നേരത്തെ പറഞ്ഞ മാതിരി മറുകുള്ള താഴെയാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ ഡോക്ടർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് അല്ലാത്തവരെ ഡോക്ടർ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് കിടക്കുന്നത് കൊണ്ട് ആ അമ്മയ്ക്ക് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. മാഡം, സാധാരണഗതിയിൽ സിസേറിയൻ ഉണ്ടായി, അപ്പോൾ അവർക്ക് രണ്ടാമതൊരു പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, അതായത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്? സിസേറിയൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത് രണ്ടാമത്തെ ഇതിൽ അബോർഷൻ്റെ സാധ്യത കൂടുതലാണ്. പിന്നെ മാത്രമല്ല മാരകമായിട്ട് ഇപ്പം നമ്മൾ സിസേറിയൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നേരത്തെ ഒരാൾ വിളിച്ച് ചോദിച്ച മാതിരി മറുപിള്ള താഴത്തെ ഭാഗത്ത് വരുന്നു. അതുമാത്രമല്ല താഴത്തെ ഭാഗത്ത് ഈ സ്കാർ, യൂട്രസിൻ്റെ തയ്ച്ചു വെച്ചിരിക്കുന്നത് താഴെ ഭാഗത്താണല്ലോ, ആ സ്കാറിൽ മറുപിള്ള വന്നിട്ട് അത് പെനിട്രേറ്റ് ചെയ്തിട്ട് ബ്ലാഡറിലും എല്ലായിടത്തും പോകുന്ന, അങ്ങനെ വളരെ യൂട്രസും പോകും, അമ്മയും ചിലപ്പോൾ മരിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലുള്ള അത്രയൊരു ഡേഞ്ചറസ് കോംപ്ലിക്കേഷനാണ് ഈ സിസേറിയൻ്റെ സീക്വലായിട്ട് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അബോർഷൻ റേറ്റും ഈ ബ്ലീഡിങ്ങും മറുപിള്ള താഴെ വരുന്നതും അതുകൊണ്ടുണ്ടാകുന്ന വളരെ സീരിയസ് കോംപ്ലിക്കേഷനും ഈ സിസേറിയൻ കൊണ്ടുണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും. ഒരിക്കൽ കൂടി ഒരു ചോദ്യം കൂടി മാം, സാധാരണഗതിയിൽ ഒരിക്കൽ ഒരു പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഒരു പ്രഗ്നൻസിക്ക് എത്ര നാൾ വേണം ഒരു മിനിമം ഇടവേള എന്നുള്ളത്? മിനിമം ഇടവേള എന്ന് പറയുകയാണെങ്കിൽ ഒരു ഐഡിയലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 2 years ഒക്കെ കിട്ടിയാൽ അമ്മയ്ക്ക് ആ ബ്ലഡ് ലോസും പിന്നെ ഒത്തിരി പ്രഗ്നൻസി ചേഞ്ചസ് ഉണ്ടാകാറുണ്ടല്ലോ ബോഡിയിലുണ്ടാകുന്ന, ആ ചേഞ്ചസ് എല്ലാം റിവേർട്ട് ചെയ്യണം. പിന്നെ ബ്ലഡ് ലോസും കുട്ടിയുടെ ഫീഡിങ്, പിന്നെ 2 വർഷമാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് പറയുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഒരു ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 years കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ആകുന്നതാണ് നല്ലത്. പിന്നെ അതിനിടയ്ക്ക് പ്രഗ്നൻസി ആയി എന്ന് പറഞ്ഞാൽ അത് അബോർട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല, കണ്ടിന്യൂ ചെയ്യും. തീർച്ചയായിട്ടും മാം, സാധാരണഗതിയിൽ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കേണ്ടതോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോർമോൺ വ്യതിയാനങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്? അത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം നമ്മൾ പറയുന്ന മാതിരി ഇപ്പോൾ തലച്ചോറിനുണ്ടാകുന്ന കുറേ അനോമലീസ് എല്ലാം നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഫോളിക് ആസിഡ് ചെറിയൊരു വൈറ്റമിനാണ്, അത് ഒരു 3 മാസം മുമ്പ് കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ ഈ അനോമലീസ് എല്ലാം ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും ഡയബറ്റീസ് ഉള്ളവർ, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ, പിന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർ, പ്രഷർ ഉള്ളവർ, പിന്നെ എപ്പിലെപ്സി ഫിറ്റ്സ് ഒക്കെ ഉള്ളവർ, ഈ അസുഖങ്ങളെല്ലാം ഉള്ളവർ അത് കൺട്രോൾ ചെയ്തിട്ടേ ഡോക്ടർ പ്രഗ്നൻസി ആകാറുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാതെ ചെയ്താൽ അബോർഷൻ 4 ഇരട്ടിയാണ്. പിന്നെ കുട്ടിക്കുണ്ടാകുന്ന അംഗവൈകല്യങ്ങൾ 2 ഇരട്ടിയാണ്. തീർച്ചയായിട്ടും ഒരു സ്ക്രീനിങ് നടത്തേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. വളരെ നന്ദിയുണ്ട് മാം, ഇതിന്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിച്ചതിന്. ഇനി അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിൽ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.